വഴിതിരിച്ച് വിട്ടത് ജി കാർത്തികേയനും രമേശ് ചെന്നിത്തലയുമാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ സന്തോഷവാനാണ്. ഇന്ന് ഞാൻ അക്കാഡമിക് രംഗത്ത് ഞാൻ പാർലമെന്ററി മോഹങ്ങളിലൊന്നും ഇല്ലാത്ത ഒരാളാണ്. അതുപോലെ ഇഷ്ടംപോലെ കോൺഗ്രസ്സുകാർ ഇന്നും പാർലമെന്ററി മോഹം ഇല്ലാതെ. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാരന് വേണ്ടത് ഏതു ശരി ഏതു തെറ്റ്? ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ 3 നേതാക്കന്മാരെയും പ്രവർത്തകർ ഒരുപോലെ ഇഷ്ടപ്പെടുന്നു. കാരണം അവർ ഒരേ മനസ്സോടാണ് ഇപ്പം പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള പ്രവർത്തകർ ഇത്രയും 3 പേരെയും ഇഷ്ടപ്പെടുമ്പോൾ സുധീരന് മാത്രം എന്തേ ഞാൻ പറഞ്ഞ ഈ വിഷയങ്ങളിലൊക്കെ ഒന്നാണോ? 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 10 വിഷയങ്ങൾ സുധീരനെടുത്ത് പബ്ലിക്കായിട്ട് പറയുമ്പോൾ എന്തേ സുധീരന് ഇഷ്ടപ്പെടുന്നില്ല ഡോക്ടർ വേണുമോഹൻ? സുധീരന്റെ ഗ്ലാമർ അനുദിനം ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തർക്കമില്ല. അതിന്റെ ഏറ്റവും വലിയ ഗുണം കിട്ടുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് മൊത്തമായിട്ടാണ്. ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തലയും ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ ഭരണത്തിൽ നിന്നുകൊണ്ട് 5 വർഷക്കാലം ഭരണവിരുദ്ധ തരംഗമില്ലാത്ത ഒരു രീതിയിൽ കൊണ്ടുപോകാൻ അവർക്ക് ഒരു പരിധി വരെ കഴിഞ്ഞു. അതൊരു നേട്ടം തന്നെയാണ്. അതോടൊപ്പം തന്നെ സംഘടനാ നേതാവെന്നുള്ള നിലയിൽ VM സുധീരന്റെ ഇടപെടലുകളും ഇത് 3ഉം കൂടെ ചേർന്നപ്പോൾ തകർക്കുവാൻ ഇന്ന് പ്രതിപക്ഷത്തിന് പോലും വേണുമോഹൻ നിങ്ങൾ ഉന്നയിക്കേണ്ടത് സുധീരൻ തന്നെ നേരിട്ട് പറഞ്ഞ ഞാൻ പറഞ്ഞതല്ല. പിന്നെ സരിതാ പ്രശ്നവും ഉയർന്നു വന്നപ്പോൾ പിന്നെ ഈ പ്രതിച്ഛായ നഷ്ടപ്പെട്ട കോൺഗ്രസ് പുനരുജ്ജീവിപ്പിച്ചത് എന്റെ യാത്രയാണ്, ജനരക്ഷാ യാത്രയാണ് പുനരുജ്ജീവിപ്പിച്ചത്, പിടിച്ചു നിർത്തിയത് എന്ന് പറയുന്ന വീക്ഷണത്തോട് താങ്കൾ യോജിക്കുന്നു എങ്കിൽ താങ്കൾക്ക് ഉമ്മൻചാണ്ടിയോട് യോജിക്കാൻ കഴിയില്ല. അതിലേക്ക് ഞാൻ എത്രയും വേഗം വരാം. അതാണ് സുധീരൻ പരസ്യ പ്രസ്താവന നടത്തുമ്പോൾ അത് ഉമ്മൻചാണ്ടി നയിക്കുന്ന മന്ത്രിസഭാ തീരുമാനങ്ങൾക്കും എതിരാണെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ എങ്ങനെയാണ് ഈ എല്ലാ ധ്രുവങ്ങളെയും സ്നേഹിക്കാൻ കഴിയുന്ന തരത്തിലേക്കൊരു രാഷ്ട്രീയമുണ്ടോ ഡോക്ടർ വേണുമോഹൻ? ഒപ്പം TN പ്രതാപനെ മുൻനിർത്തി VM സുധീരൻ എന്തിനൊരു കത്ത് കൊടുപ്പിക്കണം KPCC തെരഞ്ഞെടുപ്പ് സമിതിക്ക്? 3 വർഷത്തിലധികം മത്സരിച്ചവർ മത്സര രംഗത്ത് നിന്ന് പിന്മാറണമെന്ന്. ഇടവേളയ്ക്ക് ശേഷം VM സുധീരനെതിരെ മന്ത്രി KC ജോസഫിന്റെ വീട്ടിൽ AI ഗ്രൂപ്പുകൾ രഹസ്യ യോഗം ചേർന്ന് VM സുധീരനെതിരെ പ്രതിരോധമൊരുക്കുമ്പോൾ വൈകിട്ടത്തെ KPCC തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ VM സുധീരന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ TN പ്രതാപന്റെ കത്ത് 3 ഘട്ടങ്ങൾ തുടർച്ചയായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസുകാർ മാറി നിൽക്കണം. ഭാസുരേന്ദ്ര ബാബുവിലേക്ക് നാം ഇതുവരെ ചർച്ച ചെയ്തു വന്നത് ഡോക്ടർ വേണുമോഹൻ ആയാലും ഷഫീർ ആയാലും തർക്കിക്കും ആരാണ് ശരി. പക്ഷേ ഞാൻ അവരിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെങ്കിൽ അത് VM സുധീരൻ തീരുമാനിക്കും. അതിൻ്റെ ഫലം എത്രയാണെന്ന് അറിയില്ല. പക്ഷേ ഈ രഹസ്യ യോഗം ചേരുമ്പോഴും അവിടെ TN പ്രതാപൻ ഒരു കത്ത് നൽകുന്നുവെങ്കിൽ അത് TN പ്രതാപന്റെ കത്താണോ ഇന്നത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ താങ്കൾ കാണുക? അല്ല പ്രദീപൻ, നമുക്കതിനകത്ത് ഈ TN പ്രതാപൻ പറഞ്ഞത് ശരിയോ തെറ്റോ? 3 തവണ അവസരം ലഭിക്കുകയും മത്സരിക്കുകയൊക്കെ ചെയ്തവരെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അത് അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. വളരെ ന്യായമായ ഒരു കാര്യമാണത്. അതുകൊണ്ട് MM ലോറൻസ് VS അച്യുതാനന്ദൻ മത്സരിക്കേണ്ട എന്ന് പറയുന്നതിനോട് യോജിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം എല്ലാത്തിനും ഒരു പരിധിയുണ്ടല്ലോ. സാധാരണഗതി പറയും ഏത് ലഹരിയേക്കാൾ ശക്തമാണ് അധികാരം എന്ന ലഹരി, അതുകൊണ്ട് എത്ര വയസ്സായാലും വേണമെന്ന് പറയും. പക്ഷേ പാർട്ടി തീരുമാനം എടുക്കണം 3 തവണ വരുന്നതിനേക്കാൾ കൂടുതൽ വേണ്ട എന്ന് പറയുന്ന ശരിയായ കാര്യം TN പ്രതാപൻ പറഞ്ഞു. പക്ഷെ നമുക്ക് വേറൊരു കാര്യം കൂടി അറിയാം, താങ്കൾ സൂചിപ്പിച്ചാണ്. ഇപ്പോൾ എന്തുകൊണ്ടത് പറയുന്നു? അതും KC ജോസഫിനെതിരായി വരും. KC ജോസഫ് നിലയില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ആ സാഹചര്യത്തിൽ ഇവർക്ക് യോഗം കൂടി സമ്മർദ്ദതന്ത്രം ചെലുത്തിയേ പറ്റൂ. VM സുധീരനോട് പറയാതെ ഇവർ പറയുന്നത് ഞങ്ങളുടെ ഒന്നും പേര് ദയവായി വെട്ടരുതേ എന്ന് തന്നെയാണ്. അപ്പം അത് ഷഫീറിനും അറിയാവുന്ന കാര്യമാണ്. അതതിനപ്പുറം വേറൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കുമെന്നും പറയും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, 20 വയസ്സിൽ രാഷ്ട്രീയത്തിലെത്തുകയും 70 വയസ്സിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടും ഞങ്ങളിപ്പോഴും യുവാക്കളാണെന്ന് പറയുന്ന ധാരാളം കോൺഗ്രസ് നേതാക്കൾ ഉണ്ട് എന്ന് പറഞ്ഞ മാത്യു കുഴൽനാടനാണല്ലോ. അവർ 10-20 ആൾക്കാരെയും വിളിച്ചുകൊണ്ട് പോയി കേരളീയ കാണുകയും ചെയ്തിരുന്നല്ലോ. ആ അവസ്ഥയെ എതിർക്കുന്ന നിലവാരത്തിൽ അല്ലെങ്കിൽ ഇടതുപക്ഷം യുവാക്കളെ കൊണ്ടുവന്ന ആ മൊമെൻറ്റം, ആ പേസ്, അതനുസരിച്ച് യുവാക്കളെ കൊണ്ടുവന്നിട്ടില്ല റൈറ്റ് വിങ് പാർട്ടീസ് ഇൻ കോൺഗ്രസ്. അതാണ് ഷഫീറും ഈ വേണുമോഹനും ഒക്കെ മനസ്സിലാക്കേണ്ടതും അംഗീകരിക്കേണ്ടതും. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിഷേധങ്ങൾ വരും. 3 തവണ ഇത് കിട്ടിയവർ നിൽക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഫക്രുദ്ദീൻ, അങ്ങനെയാണെങ്കിൽ TN പ്രതാപൻ VM സുധീരന്റെ ഇരുതല മൂർച്ചയുള്ള വാളാണ്. ആ വാള് വീശിയാൽ തെറിക്കുമോ ഈ നേരത്തെ ഇവിടെ കൂടിയ ആൾക്കാർ? അതായത് ഭാസുരേന്ദ്ര ബാബുവിന്റെ റീഡിംഗ് ഷഫീർ. അതെ, അങ്ങനെയാണെങ്കിൽ
അവിടെ കൂടിയ ആൾക്കാരും ഏറ്റവും ഭാസുരേന്ദ്ര ബാബുവിന്റെ നിരീക്ഷണം അനുസരിച്ച് ആരൊക്കെയാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ബെന്നി ബെഹനാൻ, തമ്പാനൂർ രവി, MM ഹസൻ, ജോസഫ് വാഴക്കൻ, ഈ പേരുകളൊക്കെ. അങ്ങനെയാണെങ്കിൽ ടി എൻ പ്രതാപന്റെ കത്ത് VM സുധീരന്റെ കത്താണ്. ഒരു ചർച്ചയ്ക്ക് വേണ്ടിയാണെങ്കിൽ തലകൾ ഉരുട്ടാൻ മാത്രം പ്രാപ്തിയുണ്ടോ VM സുധീരനെ, ടി എൻ പ്രതാപനെ ഉപയോഗിച്ച് VM സുധീരന്? നിങ്ങൾ കണ്ടത് പ്രമോ മാത്രമാണ്. VM സുധീരന്റെ ഫുള്ള് സിനിമ വരാനിരിക്കുന്നുള്ളൂ. ഈ പ്രമോ അങ്ങനെ ഉഗ്രനാണെങ്കിൽ അത്യുഗ്രം തന്നെ ആയിരിക്കും. കാരണം മൂപ്പര് മോഹൻ ഗോപാൽ, രാഹുൽ ഗാന്ധിയുടെ ഉപദേശകൻ, ഇവരൊരു ടീമാണ്. രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് സുധീരനാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടീം സുധീരന്റെ സ്ഥാനാർത്ഥികളായിരിക്കില്ല, രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥികളായിരിക്കും. കഴിഞ്ഞ തവണ 5 പേരെ ഇറക്കി, ഇത്തവണ മിനിമം 10 പേരെങ്കിലും ഉണ്ടാവുമെന്നാണ് ഷെഫീർ പറയുന്നത്. ഷെഫീർ കൂടി പെടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഞാൻ ഒരു ഒറ്റ കാര്യം കൂടി പറയാം. കോൺഗ്രസ് സത്യത്തിൽ യങ്സ്റ്റേഴ്സിന് ആദ്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വലിയ രീതിയിൽ കൊണ്ടുവന്ന ഇടതുപക്ഷം 57 അന്ന് നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് മഹാഭൂരിപക്ഷത്തിൽ 35, 35+, 40+ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഗുണം കിട്ടി. അതിനുശേഷം കോൺഗ്രസ് ഇതിനെ കൗണ്ടർ ചെയ്ത് 20+ വെച്ചുകൊണ്ടാണ് വയലാരവി, ഉമ്മൻചാണ്ടി, ഈ പറഞ്ഞിട്ടുള്ള ആളുകളെ എല്ലാം കൊണ്ടുവന്നു, ആന്റണി, ഇവരൊക്കെ കൊണ്ടുവന്നു. അന്ന് അതിന്റെ ഗുണം അവർക്കും കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഇടതുപക്ഷമാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഓരോ തവണ ഈ യുവാക്കളെ കൊണ്ടുവന്നപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ വെച്ച് കൊണ്ടുവന്ന ആളുകൾക്ക് അതിന് ഗുണം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ തവണ ഇവരാരും സമ്മതിച്ചില്ല. ഈ കോൺഗ്രസുകാരുടെ പ്രശ്നം വെച്ചാൽ ഇന്ത്യൻ പ്രണയകഥ എന്ന സിനിമയിലെ ആ മരിക്കാൻ പോകുന്ന MLA ഉണ്ടല്ലോ, അയാളെ പോലെ ഇവർക്ക് മരിക്കുന്നവരേ അവിടെ ഇരിക്കണം. അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞാണ് രാഹുൽ ഗാന്ധി 5 പേരെ ഇറക്കി, 4 പേര് ജയിച്ചു. അതുകൊണ്ട് ഒരു വനിതാ മന്ത്രിനും കിട്ടി. അപ്പൊ ആ രീതിയിലുള്ള യുവാക്കളുടെ ഒരു അതിശക്തമായ ഒരു റിസർജൻസ് കോൺഗ്രസിന് വേണം, മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണം. ഇടതുപക്ഷം ആ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താവും? അങ്ങനെ വരുന്നതിന് ആരാണ് വിലങ്ങുതടിയാവുന്നത്? ഈ ജോസഫ് വാഴക്കൻ ഉൾപ്പെടെയുള്ള ആളുകളെ ആരാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അപ്പോൾ അവർക്കെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ പുകച്ചതാണ് ഞാൻ പറഞ്ഞത്. സതീശൻ പാച്ചേനി, അതുപോലെ പ്രകാശൻ ഉൾപ്പെടെയുള്ള ആളെ പുകച്ചിലുണ്ട്. ഈ പുകച്ചിൽ നിന്നാണ് ഒരു ഭീമാകാരമായിട്ടുള്ള കോൺഗ്രസ് സത്വമായിട്ട് സുധീരൻ വരാൻ പോകുന്നത്. യെസ്, വരാം ഷഫീറിലേക്ക്. ഡോക്ടർ വേണുമോഹൻ, താങ്കൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞു എല്ലാം ശരിയാണ്. ഒരു കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ച് ഞാനത് ബഹുമാനിക്കുന്നു, എല്ലാം ശരിയാണ്. പക്ഷേ ഞാൻ അതിൽ അടിവരയിടും, താങ്കൾ പറഞ്ഞതിൻ്റെ അകത്ത് മുഴച്ചു നിൽക്കുന്നത് VM സുധീരൻ കൂടുതൽ ശരിയാണ്. ഫക്രുദ്ദീനും അങ്ങനെ തോന്നിയോ? മോഹൻ പറഞ്ഞതനുസരിച്ച് VM സുധീരൻ ഒരു കൂടുതൽ ശരിയാണ്. കാരണം വെച്ചാൽ ഞങ്ങൾ വരച്ച ചരിത്രത്തിൽ തന്നെ പാർത്ഥോ ചാറ്റർജി പറയുന്ന കാര്യമുണ്ട്. എന്തുകൊണ്ട് സ്ത്രീകൾ സാരി എടുക്കാൻ ഇന്ത്യൻ ജനറേഷൻ മൂവ്മെന്റ് പറഞ്ഞു? അല്ലെ, സ്ത്രീകൾ സാക്രഡ് ആയിരിക്കേണ്ട ആളുകളാണ്. അതുപോലെ തന്നെ ആണുങ്ങൾ കോട്ടിട്ടോട്ടെ, കാരണം പുറത്ത് പ്രൊഫൈൻ ആയിട്ടുള്ള മലിനപ്പെടാൻ സാധ്യതയുള്ള സ്ഥലത്ത് നിൽക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞ ആ രീതി നമ്മൾ പ്രോബ്ലമാറ്റൈസ് ചെയ്യുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടിക്ക് അധികാരമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ അതിലേക്ക് ഇടപെടും. പക്ഷേ സുധീരൻ അങ്ങനല്ല. ഇതിനെ പ്രൊഫൈൻ ആയിട്ട് നിൽക്കുന്ന കോൺഗ്രസ് തന്നെയാണ്, സാക്രഡ് ആയിരിക്കുന്ന കോൺഗ്രസ് തന്നെയാണ്. അത് അദ്ദേഹത്തിന് വേണം, കോൺഗ്രസ്സുകാരും അദ്ദേഹത്തിന് വരും. ഭാസുരേന്ദ്ര ബാബു, ഒറ്റ ഇതും കൂടി, അങ്ങനെ ഒരു സുധീരന്റെ ആദർശ പരിവേഷം ഓരോ കോൺഗ്രസ്സുകാരനും ആഗ്രഹിക്കുന്നുണ്ടല്ലേ? അല്ല, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് വേറൊരു പോംവഴി എന്താണ്? ഇല്ല. ബാക്കി പറയുന്ന ആൾക്കാർ, അതായത് ഈ പറയുന്ന തലത്തൊട്ടപ്പന്മാരെല്ലാം അഴിമതിയിൽ മുങ്ങി നിൽക്കുമ്പോൾ വേറെ വഴിയില്ല. കാണിക്കാവുന്ന ഒരു മുഖം VM സുധീരനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു നിഷേധിയുടെ മുഖച്ഛായക്ക് ഇപ്പൊ അണിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ വേണുമോഹൻ, അങ്ങനെ ഒരു സേക്രഡ് ഫേസ് അല്ലേ പൊളിറ്റിക്സിൽ കോൺഗ്രസിന് VM സുധീരൻ ആവശ്യമാണെങ്കിൽ എൻ്റെ ചോദ്യം, അത് വരാൻ പോകുന്നതേ ഉള്ളൂ. ചോദ്യമാണെങ്കിൽ ഈ ഷഫീറൊക്കെ പറയുന്ന തരത്തിൽ ഒരു റെവല്യൂഷൻ എന്ന് നമുക്ക് പറയാം കോൺഗ്രസിൽ. ഫക്രുദ്ദീൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഓരോ കോൺഗ്രസ്സുകാരനും ആഗ്രഹിക്കുകയാണ്. താങ്കൾ പറയുന്നതനുസരിച്ച് VM സുധീരൻ ഒരു പടി മുന്നിലാണെങ്കിൽ TN പ്രതാപന്റെ ഇന്നത്തെ കത്തും VM സുധീരൻ പറഞ്ഞതെന്താ? TN പ്രതാപന്റെ നിലപാട് ധീരമെന്നാണ്. ആ ധീരതയ്ക്ക് ഒരു അടിസ്ഥാനം വേണ്ട ഈ കോൺഗ്രസ്. എനിക്ക് പറയാൻ ഇച്ചിരി സമയം തരണം. ഒന്നെന്ന് പറയുന്നത് എന്റെ ചോദ്യത്തോട് പ്രതികരിക്കാം. പ്രതികരിക്കാം. ഈ VM സുധീരൻ ഒഴിച്ച് ബാക്കി മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ അഴിമതിക്കാരാണെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാനല്ല, നിങ്ങളാരാ? ഞാനല്ല പറയുന്നത്, വിജിലൻസാ പറയുന്നത്. അത് ഞാൻ പറയുന്നത് നമുക്ക് അതിലോട്ട് പോകണം. ഞാൻ ഒരു കാര്യമല്ല, ഈ ഗവൺമെന്റ് അഴിമതിക്കാരെ സംരക്ഷിച്ചു എന്നുള്ളതിൽ നമുക്ക് നിങ്ങളോടൊപ്പം യോജിക്കുന്നു. കാരണം ചക്കിട്ടപാറ അഴിമതി കേസ് അടക്കമുള്ള ചില വിഷയങ്ങളിൽ ചോദ്യം എന്താണ്? ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങളിലൊക്കെ ഞാൻ താങ്കൾ പറയുന്നതിന് ഒരു വാദത്തിന് വേണ്ടി അങ്ങ് അംഗീകരിക്കുന്നു. എന്നിട്ട് ഞാൻ പറയുന്നു താങ്കളുടെ നിലപാടിനോട് ഞാൻ സമരസപ്പെടുകയാണ്. VM സുധീരനെ പോലെ ഒരു സേക്രഡ് പൊളിറ്റീഷ്യനെ കോൺഗ്രസിന് ഇന്ന് ആവശ്യമാണ്. ഒരു പൊടി
സുധീരൻ അദ്ദേഹം- മുകളിലാണ്. അദ്ദേഹം മുകളിലാണെങ്കിൽ അതിനേക്കാൾ മുകളിലാണ് ഉമ്മൻചാണ്ടി സാറേ. ഓഹോ. ഇത്രയും നല്ലൊരു ഭരണം 5 വർഷം കൊണ്ട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് 72 MLA-മാരെ വെച്ചുകൊണ്ട് ഇത്രയും നല്ലൊരു ഭരണം നടത്തി ഒരു വികസനപരമായ ഒരു നേട്ടം നടത്തിയത് നിസ്സാരമല്ല. ആ പൊളിറ്റിക്സ് അല്ല എന്റെ വിഷയം. ആ പൊളിറ്റിക്സ് അല്ല എന്റെ വിഷയം. 72-നെ വെച്ചോ അല്ലെങ്കിൽ എത്ര അതിന്റെ മിനിമം നമ്പേഴ്സിനെ വെച്ചോ സർക്കാർ ഓടിക്കുകയല്ല എന്റെ വിഷയം. എന്റെ വിഷയം എന്തിലാ ഊന്നുന്നത്? എന്റെ വായനയിലോ ഭാസുരേന്ദ്ര ബാബുവിന്റെ വായനയിലോ ഫക്രുദ്ദീന്റെ വായനയിലോ അല്ല. VM സുധീരന്റെ സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ ഭാസുരേന്ദ്ര ബാബു ചൂണ്ടിക്കാണിച്ചു. ആ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുണ്ടാണെങ്കിൽ ഞാൻ താങ്കളും ഷഫീറും പറഞ്ഞതിനോട് യോജിക്കുന്നു. VM സുധീരൻ ഒരു പടി മുന്നിലാണെങ്കിൽ TN പ്രതാപൻ പറഞ്ഞു. TN പ്രതാപന്റെ നിലപാട് ധീരമെന്ന് VM സുധീരൻ പറയുന്നുവെങ്കിൽ ആ നിലപാടിനെ താങ്കൾ അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ ധീരമായ നിലപാട് 2011 അരിപ്പാടുള്ള സിറ്റിംഗ് MLA ബാബു പ്രസാദ് എന്ന് പറഞ്ഞ വ്യക്തി മത്സര രംഗത്തുനിന്ന് മാറി നിന്നിട്ടുണ്ട്. ഇതുപോലെ സമാനമായ പല ചരിത്രങ്ങളും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഇന്നും വേണോ? അത് ഇടക്കാലത്ത് എല്ലാവരും കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണ്, അത് വേണം, വലിയ മതേതരത്വ പ്രസ്ഥാനമാണ്. ആയിക്കോട്ടെ. എന്റെ ചോദ്യം എന്താണ്? അതിൽ ഒരു കോംപ്ലിക്കേഷനും ഇല്ലല്ലോ. അല്ല, ധീരമായ നിലപാടെന്ന് തന്നെ പറഞ്ഞാൽ അത് വേണം. പക്ഷെ വിജയ സാധ്യതകൾ ഒരു ഘടകമാണ്. അങ്ങനെ അതാണ് സുധീരനും പറയുന്നത്. രണ്ടും വേണം. അതാണ് സുധീരനും പറയുന്നത്. വിജയ സാധ്യത വേണം. ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ കൊണ്ടുവരുന്ന അഴിമതിയുടെ മുഖം തോൽക്കും. അതല്ലേ സുധീരൻ പറയുന്നത്? അഴിമതിയുടെ പേര് പറഞ്ഞ് കോൺഗ്രസിനെ വിരട്ടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം അഴിമതി ഇന്ന് സമൂഹത്തിന്റെ ഭാഗമാണ്. ഏറ്റവും വലിയ അഴിമതി നടത്തിയത് ചക്കത്തവാറ അഴിമതി. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ അഴിമതി ഭാഗം മാത്രമാണെങ്കിൽ ബിജു രമേശും സോളാറിൽ സരിതയും ഞാൻ കണക്കുകൾ എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കരുത്. 400 കോടിയുടെ വിജിലൻസ് അന്വേഷണം നടത്തുന്ന ബാലകൃഷ്ണൻ എന്തിനേറെ ഡോക്ടർ വേണുമോഹൻ VS ശിവകുമാറും അവിടെയുള്ള പ്രശ്നങ്ങൾ കാണിച്ചല്ലേ ഇവിടെയുള്ള പ്രശ്നങ്ങൾ ന്യായീകരിക്കുക. ഞങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തരാണ് എന്ന് കാണിക്കൂ. പോസിറ്റീവ് ആയിട്ടുള്ള നിലനിൽക്കുമ്പോഴും എന്റെ ചോദ്യം TN പ്രതാപന്റെ കത്ത് ധീരമെന്ന് VM സുധീരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ധീരത ഇന്ന് കോൺഗ്രസിൽ ആവശ്യമുണ്ടോ? ഏതൊരു കോൺഗ്രസ് ഇപ്പൊ നമുക്ക് 2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണല്ലേ ഗവൺമെന്റ്. അതാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 11 യുവാക്കൾക്ക് സീറ്റ് കൊടുത്തു. തൃത്താല 25 കൊല്ലത്തിന് ശേഷം BT വേണമോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരിക്കലും കിട്ടാത്ത സീറ്റുകളിൽ യുവാക്കളെ പരീക്ഷിക്കേണ്ടതുണ്ട്. 1. 2, 10ഉം 12ഉം തവണ മത്സരിച്ചവർ ഇനി തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് TN പ്രതാപനെ പോലെ ഒരാൾ പറയുമ്പോൾ ഇതിന് ഞാൻ പറഞ്ഞത് 10ഉം 12ഉം തവണ കാര്യം ഞാൻ പറഞ്ഞു. ഇനിയിപ്പോ ഞാൻ ഒരു കാര്യം പറയാം. ഈ മാതൃക 2009 VM കാണിച്ചിട്ടുണ്ട്. എപ്പോഴെന്നറിയോ? സോണിയാഗാന്ധി AICC പ്രസിഡന്റ് നേരിട്ട് സീറ്റ് കൊടുക്കാന്ന് അദ്ദേഹം ഒരു കത്ത് കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് വ്യക്തമാണ്. അതായത് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇങ്ങനെയൊക്കെ TN പ്രതാപന്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ഷഫീർ ഇങ്ങനെയൊക്കെ വളച്ചു കെട്ടി പറയാ താങ്കൾ ഒരു കോൺഗ്രസ് ഒരു പൊളിറ്റീഷ്യന്റെ ചോദ്യം വളരെ വ്യക്തമല്ലേ? ശരിയോ തെറ്റോ ആവശ്യമുണ്ടോ? TN പ്രതാപൻ ചെയ്താണ് ശരി. ആ ശരികൾ ആവർത്തിക്കണം. മതി. TN പ്രതാപൻ പറഞ്ഞതാണ് ശരിയെങ്കിൽ ധീരതയാണ് TN പ്രതാപന്റേതെന്ന് VM സുധീരൻ പറഞ്ഞതാണ് ശരിയെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ യുവാക്കളെ വിജയസാധ്യതയുള്ള പുതിയ മുഖങ്ങളെ കൊണ്ടുവരാൻ VM സുധീരന് സാധിക്കുമോ? അങ്ങനെ സുധീരന് സാധിച്ചാൽ എന്തായിരിക്കും മറുഗ്രൂപ്പുകൾ തന്ത്രമൊരുക്കുക? സാധിച്ചില്ലെങ്കിലോ? ഇടവേളയ്ക്ക് ശേഷം ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഒരു കോൺസെൻസിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അതായത് വേണുമോഹനും ഷഫീറും പറഞ്ഞതനുസരിച്ച് 2 കാര്യങ്ങളാണ്. അതായത് TN പ്രതാപൻ കത്ത് കൊടുത്തു. തുടർച്ചയായി 3 വർഷം മത്സരരംഗത്തുള്ളവർ മാറി നിൽക്കുക. VM സുധീരൻ പറയുന്നു ധീരമായ നിലപാടാണ്. ഷഫീറും വേണുമോഹനും പറയുന്നു ആ ധീരമായ നിലപാട് നാം പിന്തുടരണം. ചോദ്യം, അങ്ങനെ പിന്തുടർച്ചയ്ക്ക് തീരുമാനമെടുക്കാൻ VM സുധീരന് സാധിക്കുമോ? സാധിച്ചാലുള്ള കോൺഗ്രസ് രാഷ്ട്രീയം, സാധിച്ചില്ലെങ്കിൽ ഉള്ള കോൺഗ്രസ് രാഷ്ട്രീയം. അല്ല, അതിനകത്ത് 2-ലധികം തവണ മത്സരിക്കുന്നതിനെ സംബന്ധിച്ച് CPM-ൽ ചർച്ച വന്നല്ലോ. പാർട്ടിയുടെ പ്രത്യേക അനുമതിയും അവരുടെ സാന്നിധ്യം ആവശ്യമാണെന്ന് തോന്നുന്ന കേസ് ഒഴിച്ചാൽ അതിൻ്റെ ആവശ്യമില്ല, 2 തവണ അധികം മത്സരിക്കേണ്ട കാര്യമില്ല എന്നുള്ള പ്രശ്നം എടുത്തിരുന്നല്ലോ. അത് പൊതുവെ നടപ്പാക്കുന്നുണ്ടല്ലോ. ഇവിടെ TN പ്രതാപൻ മാറി നിൽക്കുന്നു. ആ സീറ്റിൽ മത്സരിക്കാൻ പോകുന്ന ആരാണ്? VM സുധീരൻ.
മണലൂർ സീറ്റ് Yes, അല്ല അത് കുഴപ്പമില്ല. അയാൾ കൊടുങ്ങല്ലൂരാന്നേ. Yes. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. 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 പ്രൊഫഷനാണ്. എങ്ങനെ ആയിക്കോട്ടെ. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ സീറ്റ് അദ്ദേഹം ഒഴിഞ്ഞ് ശിഷ്യനാണ്, അത് തുറന്നതിനെ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഞാൻ. കൊടുക്കുകയും VM സുധീരൻ വരികയും ചെയ്യുന്നു. VM സുധീരനെ അങ്ങനെ സംബന്ധിച്ച് ഉറപ്പായൊരു സീറ്റിലേക്ക് എത്തുന്നു. എന്തെങ്ങനെ ആയിക്കോട്ടെ, ഇവിടെ വരുന്ന ഇഷ്യൂ ഉമ്മൻചാണ്ടിയുടെ സമീപന രീതി, അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് ഡിസിഷനോട് യോജിക്കുന്നോ ഇല്ലയോ കോൺഗ്രസ്സുകാർ എന്നതാണല്ലോ പ്രധാനമായിട്ട് വരുന്നത്. അതിനനുസരിച്ചിരിക്കും VM സുധീരനെ പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യം. കേരളത്തിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി എടുത്ത ഈ ഡിസിഷൻ അദ്ദേഹം തന്നെ തിരുത്തിയല്ലോ. ആ ഡിസിഷനുകളൊക്കെ പുറകിൽ അഴിമതി ഉണ്ടോ എന്ന് സാധാരണക്കാർ സംശയിക്കുന്നുണ്ട്, ഈ തത്രപ്പെട്ടുള്ള ഡിസിഷൻ. അതുകൊണ്ടാണ് VM സുധീരൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലിട്ട് സൂക്ഷിച്ചിരുന്ന ചില ബാർക്കോഴ കേസും സരിത കേസും ഒക്കെ ശരിക്കും പിന്നെ പാർട്ടിയുടെ പ്രതിച്ഛായ ഭംഗം വരുത്തിയെന്നും അതിനെ അതിജീവിച്ചത് തൻ്റെ യാത്രയാണെന്നും പറയുന്നത് വഴി തൻ്റെ കോൺഗ്രസ് ആണിത് എന്നാണ് പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ കോൺഗ്രസ് അല്ല. ആ കോൺഗ്രസ് ആയിട്ട് എന്ന് നിലനിർത്തിക്കൊണ്ടുപോകാൻ പറയുന്നു. അദ്ദേഹത്തിന് സാധിക്കുമോ? ഈ അവസ്ഥയിൽ സാധിക്കുമോ? ഈ പറഞ്ഞ രീതി അനുസരിച്ച് നിലവിലെ അവസ്ഥയിൽ അല്ല, അങ്ങനെ അവസ്ഥയിൽ അങ്ങനെ പറയുന്നു VM സുധീരൻ. അതിന് VM സുധീരൻ എവിടുന്നോ ഒരു ശക്തി ലഭിക്കുന്നു, ഏതോ ഒരു കോർണർ അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അതിനെ ആസ്വദിച്ചിരിക്കും മുന്നോട്ടുള്ള പോക്ക്. ഏതായാലും ഒരു പിന്നെ ഇലക്ഷൻ പ്രോഫസിയും UDF ജയിക്കുമെന്ന് പറയുന്നില്ലല്ലോ. ഒരുപക്ഷെ UDF തമ്മിൽ തല്ലി പരാജയപ്പെടുന്നത് കൂടി ആകാം ഈ തീരുമാനം. പറയുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. ആ വാക്കാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് ഈ റവല്യൂഷന് VM സുധീരന് സാധ്യമായാൽ, അതനുസരിച്ച് മുന്നോട്ട് പോയാൽ മറ്റുള്ളവർ എന്ത് ചെയ്യും? മറ്റ് അതിഥികളിലേക്ക് എത്താം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ക്വിക്കായിട്ട് ഓരോ കോൺഗ്രസ്സുകാരനും ഇപ്പോൾ ഈ പറഞ്ഞതനുസരിച്ച് സുധീരൻ വിജയിക്കുമോ? വിജയിച്ചെന്നിരുന്നാൽ മറുഭാഗം എന്ത് ചെയ്യും? അല്ലെങ്കിൽ സുധീരൻ തോറ്റാൽ അത് ഏതവസ്ഥയിലായിരിക്കും കോൺഗ്രസ് പോകുക? ഒരു ശുഭപ്രതീക്ഷയിൽ എന്നുള്ള ഇവരുടെ സ്വപ്നം അങ്ങനെ തന്നെ നിൽക്കുമോ? അല്ല, ഇതിപ്പം സുധീരൻ കളിക്കുന്നത് പുതിയ കാലഘട്ടത്തിന്റെ സെൻസിബിലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് ഈ ജൈവ പച്ചക്കറി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ യൂത്തിനെ കൂടുതൽ ഉൾച്ചേർക്കുക, അങ്ങനെയുള്ള എന്നാൽ പിന്നെ ഇരുമ്പലൊക്കെ നിലപാടല്ല, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നിലപാട്, മാണിയുടെ വിഷയത്തൊക്കെ നമുക്കറിയില്ല, അത്ര നിലപാട് വളരെ സെൻസിബിൾ ആയിട്ടാണ് സുധീരൻ കളിക്കുന്നത്. പിന്നെ ഇവർ മൂന്നുപേരും തമ്മിൽ നമ്മളെ മുമ്പ് ആന്റണി കരുണാകരൻ ഉണ്ടായിരുന്ന പോലെയുള്ള അങ്ങനെയുള്ള വൈരൊന്നുമില്ല. സുധീരനെ ഉൾക്കൊള്ളാനും ഉമ്മൻചാണ്ടി ഉൾക്കൊള്ളാനും ഇവർ തയ്യാറാണ്. ഇതിൻ്റെ പക്ഷേ ആത്യന്തികമായിട്ട് ഉമ്മൻചാണ്ടി പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസ് സംസ്കാരം കത്തിത്തീരാനായിട്ട് ആ സംസ്കാരത്തിന്റെ ആ കോൺഗ്രസ് എനിക്കുണ്ടല്ലോ ഈ സുധീരനെ അത്രയ്ക്കങ്ങ് ആദർശവാനായിട്ട് ചിത്രീകരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എന്തെന്നറിയോ, ഇന്ന് വരെ ഈ വിഷയത്തിൽ ക്വിക്കാണ് പുള്ളിയുടെ റെസ്പോൺസ് വന്നത്. ഇതുവരെ സുധീരൻ എവിടെയായിരുന്നു? അല്ല, ഞാനൊരു വാക്കിടക്ക് പറഞ്ഞു, ഫ്ലെക്സിബിൾ ആണ് സുധീരൻ. എന്നുവെച്ചാൽ കോൺഗ്രസിന്റെ എല്ലാ സാംസ്കാരികമായ വൈകല്യങ്ങളും അദ്ദേഹത്തിനുണ്ട്. കോൺഗ്രസിന്റെ ഗാന്ധി സത്തിന് ഗുണങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഇന്ന് അവർക്ക് പിന്നെ വെട്ടണമെങ്കിൽ രണ്ട് ആളുകളെ അവർ നേരിടേണ്ടത്. ഒന്ന്, കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിന്റെ പഴയ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിന്റെ വക്താവായി നിൽക്കുന്ന സഖാവ് VS, ഒരു ട്രാൻസ്സെൻഡഡ് സിഗ്നിഫയർ ആയി നിൽക്കുന്നത്. പുതിയ കാലഘട്ടത്തിൽ ഊതിക്കാച്ചിയ കമ്മ്യൂണിസ്റ്റ് ഐക്കണായിട്ടുള്ള പിണറായി വിജയൻ. രണ്ടിനെ ഇവർക്ക് നേരിടേണ്ടത് അത്ര എളുപ്പമല്ല. അങ്ങനെ നേരിടണേ സുധീരനെ പോലുള്ള ആൾ കൂടി ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ യൂത്തിന്റെ ഇടയിൽ നിന്ന് സുധീരന് കിട്ടുന്ന ഒരു വല്ലാത്തൊരു പിന്തുണയുണ്ട്. അതാണ് സുധീരന് ഇവിടെ ഒരു അസറ്റായി മാറാൻ പോകുന്നത്. ആ അസറ്റ് ഷഫീർ എപ്പോഴും കോൺഗ്രസിനെ കൊണ്ടുള്ള ചർച്ച ആയതുകൊണ്ട് ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ രണ്ടുപേരിൽ നിന്നുകൊണ്ടാണ്. പ്രതിപക്ഷ ബഹുമാനം എന്നുള്ളതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ചർച്ചയിൽ നിങ്ങളാണ്. അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം. VM ഉയർത്തിപ്പിടിച്ച ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് ഉണ്ടാവും. ഒന്ന്. രണ്ട്, എനിക്ക് ചോദിക്കാനുള്ളത് സംഘടനാപരമായിട്ട് മാത്രമല്ല. രണ്ട്, ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർക്ക് സീറ്റ് വാങ്ങിക്കൊടുത്ത KPC പ്രസിഡന്റ് ആയിരിക്കും. ഉറപ്പാണ്. മൂന്ന്, അനിവാര്യർ ആയവർ ഒഴികെയുള്ളവരെ മാറ്റുന്നത് VM ആയിരിക്കില്ല, അത് ഹൈക്കമാൻഡ് ആയിരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പ് യോഗങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ അവരോട് കാലം മാപ്പ് നൽകുകയില്ല. അല്ല, ഇവിടെ ഒറ്റ കാര്യമാണ്. ഇത്തവണ കേരളത്തിൽ കോൺഗ്രസിൽ ഹൈക്കമാൻഡ് വെച്ചാൽ ഭാസുരേന്ദ്ര ബാബു എനിക്ക് റെസ്പോൺസ് അല്ല, ഞാൻ അദ്ദേഹത്തിലെ വേണുമോഹനിലേക്കാണ് പോകുന്നത്. ഷഫീർ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചോ? അതായത് VM സുധീരൻ എന്ത് നിലപാടെടുക്കുമോ അതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിലൂടെ തോറ്റാലും സംഘടനാപരമായി ഒരു പുതിയ കാൽവയ്പിലേക്ക് പോകുന്നു. അത് അങ്ങനെയാണോ താങ്കൾ അത് കേട്ടത്, ഷഫീറിന്റെ വാക്കുകളെ? ഭാസുരേന്ദ്ര ബാബു അല്ല, അതിനകത്ത് ഷഫീർ കൃത്യമായ ഒരു കാര്യം പറയുന്നുണ്ട്. KC ജോസഫിന് സീറ്റില്ല എന്നാണ് അദ്ദേഹം. ഭാസുരേന്ദ്ര ബാബു എല്ലാ യുവാക്കളും, ഏറ്റവും കൂടുതൽ യുവാക്കളെ മത്സരിപ്പിക്കുന്ന KPCC പ്രസിഡന്റ് മാറും എന്ന് പറഞ്ഞാൽ
കോൺഗ്രസിന്റെ അപ്കമിംഗ് ആയ പ്രതീക്ഷ വി എം സുധീരനാണ് ആണ് എന്നുള്ള ആ പ്രതീക്ഷ വിജയങ്ങൾക്കപ്പുറത്ത് ആ പ്രതീക്ഷ വി എം സുധീരനിലേക്ക് ഷഫീർ വയ്ക്കുമ്പോൾ സംഘടന, കോൺഗ്രസ് സംഘടനയ്ക്ക് ഒരു പുതിയ സൂര്യോദയം അദ്ദേഹം കാണുന്നുണ്ട്. അദ്ദേഹത്തിനും ചില സ്വാർത്ഥതകൾ ഉണ്ടാകാം. വേണുമോഹൻ, ആ പ്രതീക്ഷയോട് താങ്കൾ കൂടിച്ചേരുന്നുണ്ടോ? അല്ല, കേരളത്തിൽ എ കെ ആന്റണി തൊട്ട് ഇങ്ങോട്ട്, സി കെ ഗോവിന്ദൻ നായർ തൊട്ട് ഇങ്ങോട്ട്, രമേശ് ചെന്നിത്തല വരെ യുവാക്കൾക്ക് നല്ലപോലെ പ്രാധാന്യം കൊടുത്തൊരു പാർട്ടിയാണ്. അത് ബി എം സുധീരന്റെ സമയത്തും അതുപോലെ കിട്ടും, അതിനകത്ത് തർക്കമില്ല. പിന്നെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ബി എം സുധീരനും ഒരേ മനസ്സോടുകൂടിയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് എത്തുന്നത്. നമ്മുടെ ഫക്രുദ്ദീൻ പറഞ്ഞ പോലെ ഈ തക്കവണ്ണം ഇവര് മൂന്നുപേരും തമ്മിൽ വലിയ ആഭ്യന്തര വൈരുദ്ധ്യങ്ങളൊന്നുമില്ല. അതൊക്കെ നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവും. എങ്ങനെയാ പറഞ്ഞത്, പ്രശ്നങ്ങൾ പണ്ടത്തെ പോലെയല്ല, പ്രശ്നങ്ങളുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ, നമ്മുടെ ഐമന സിദ്ധാർത്ഥനെ പോലുള്ള ആളുകൾ രക്ഷപ്പെടണം. ഈ അവസ്ഥ നിലനിൽക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചുള്ള ഒരു കോൺഗ്രസ് ആണെങ്കിൽ എന്തിന് KPCC പ്രസിഡന്റ് കരുണ എസ്റ്റേറ്റും അതോടൊപ്പം ബാർ സോളാർ അടക്കമുള്ള അഴിമതികളിൽ സർക്കാർ തെറ്റ് ചെയ്യുന്നു, ആവർത്തിച്ചുള്ള ഉത്തരവുകൾ തിരുത്തണം എന്ന് വി എം സുധീരൻ പറയുകയും TN പ്രതാപൻ 3 തവണ തുടർച്ചയായി മത്സരരംഗത്തുള്ളവർ മാറി നിൽക്കണമെന്ന് സ്വയം മാതൃക സൃഷ്ടിക്കുമ്പോൾ TN പ്രതാപന്റേത് ധീരമായ നിലപാടെന്ന് വി എം സുധീരൻ പറയുമ്പോൾ കോൺഗ്രസിൽ ഉരുത്തിരിയുന്ന രാഷ്ട്രീയം, അതായിരിക്കും വരും കാല കേരളം വളരെ സജീവമായി കോൺഗ്രസ്സുകാരെങ്കിലും ചർച്ച ചെയ്യുക. ആ ചർച്ചയിലേക്കുള്ള യഥാർത്ഥ വസ്തുതകൾ വി എം സുധീരന്റെ പ്രസ്താവനകളായി പ്രേക്ഷകർക്ക് മുന്നിൽ വിലയിരുത്തലിന് സമർപ്പിച്ചുകൊണ്ട് പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.